നിങ്ങളതൊക്കെ വന്ന് ഓരോന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ വെറുതെ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന, ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പം കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മുടെ ബിഗ് ബോസിന് ആദ്യമായിട്ട് പഞ്ഞി കിട്ടുകൊണ്ട് ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻറ്റിൻ്റെ ഹസ്ബൻഡ് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ കുറച്ച് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വേദലക്ഷ്മി അവരുടെ ഹസ്ബൻഡ് അനന്തപത്മനാഭൻ, അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് കുറച്ച് മുമ്പ് ഇട്ട വീഡിയോയ്ക്കകത്ത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം വളരെ ലളിതമായിട്ട് വളരെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് പഞ്ഞിക്കിടുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ പച്ചയ്ക്ക് തന്നെ പുള്ളി പ്രതികരിക്കുന്നുണ്ട്. അത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടു നോക്കൂ. കുറച്ച് മുമ്പ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയൊരു വീഡിയോ ആണ്. സോ ഇപ്പോൾ റീസെൻ്റായിട്ട് അദ്ദേഹം ഇപ്പോൾ കുറച്ച് മുമ്പ് പ്രതികരിച്ച വീഡിയോ നോക്കാം. നമസ്കാരം, എൻ്റെ പേര് അനന്തപത്മനാഭൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കാണാനുള്ള ഒരു ത്വരയും കൂടെ ഉണ്ടാക്കി തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻ്റായ വേദലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തൻ്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന, കൺസെൻറ്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ, അത് ഞാനാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വന്നില്ലേ കേൾക്കാനായിട്ട്? ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇപ്പോൾ ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ ഒരു വീക്കോ എന്തോ നടക്കുകയാണ്. അപ്പം പല കണ്ടസ്റ്റൻറ്റുകളുടെയും ഫാമിലി വരുന്നു. ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു. അതിപ്പോൾ ചാനലിൻ്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേഡത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിൻ്റെ പുറത്താണ് ആ കുട്ടീനെ, അതായത് എൻ്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കായിരുന്നത്. അത് പരമ ചെറ്റത്തരമായിപ്പോയി, തെണ്ടിത്തരമായിപ്പോയി. എന്തുവാണ് പറയുന്നത്? അതാണ്ട് ഇപ്പം ഏതാണ്ട് 10-60 ദിവസം പിന്നിടുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ അമ്മയെ കാണിക്കാൻ അവിടെ വരെ എത്തിയിട്ട് അത് കാണിച്ചിട്ടില്ല എങ്കിൽ തെണ്ടിത്തരമൊന്നല്ല. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും അത് ഒരു മറയിട്ടാണല്ലോ നമ്മൾ സംസാരിക്കാറുള്ളത്. പുറത്ത് നമ്മൾ കൂട്ടുകാർക്ക് ഇടയിൽ നിന്ന് കഴിയുമ്പോൾ സംസാരിക്കുമ്പോൾ പച്ചത്തെറി ആ തെണ്ടിത്തരമാണ് കാണിച്ചിരിക്കുന്നത്. ആ കുഞ്ഞിന് അമ്മയെ കാണിക്കാത്ത എന്തിൻ്റെ ന്യായത്തിൻ്റെ പുറത്താണ്? എന്ത് സംഭവമാണ് പറയാനുള്ളത്? ഈ ഓരോ സീസൺ കടന്നു പോകുമ്പോഴേക്കും ഈ ഒരു സംഘാടകരെന്ന് പറയുന്ന ഇവരുടെ ബിയുടെ ആൾക്കാരുണ്ടല്ലോ, മുൻകാലങ്ങളിൽ എനിക്കൊരു ചീത്തപ്പേരുണ്ട് എന്നും ബിഗ് ബോസിനെ കുറ്റം പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് എന്തുവാണ് ഇവരെ കുറിച്ച് പറയേണ്ടത്? എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോറി, അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ, കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്നലെയൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച, നിങ്ങളായതുകൊണ്ട് ഇത്രയും മാന്യമായിട്ട് പറഞ്ഞു. ആരെങ്കിലൊക്കെ ആണെങ്കിൽ പച്ച തെറി വിളിച്ചേനെ. സത്യം ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ട്. അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള, എൻ്റെ മകനും എൻ്റെ മദർ ഇൻ ലോയ്ക്കും ഒക്കെ ട്രാവൽ ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവർ സ്റ്റുഡിയോയിൽ എത്തുകയും എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന, ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പം കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ടില്ലേ ആ വീഡിയോ? കണ്ടില്ലേ നിങ്ങളിപ്പം? ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടുത്ത് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും നാൾ അമ്മയെ കാണാതെ ആ കുട്ടി എന്ത് തന്നെ ആയിക്കോട്ടെ, ആ കുട്ടിയുടെ അമ്മയാണ്, അതിൻ്റെ ഒരു അവകാശമാണ് എൻ്റെ അമ്മയെ കാണുക എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്, വളരെ എവിഡൻ്റ് ആണ്. എന്തൊരു തെണ്ടിത്തരമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കുകയുണ്ടായെന്ന് പറഞ്ഞു, കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല. കാരണം ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹസ്ബൻഡിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല. അവർ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അവരൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്, ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫർമേഷൻസോ എന്തെങ്കിലും, അത് ട്രൂ ഓർ ഫോൾസ്, അവർക്കത് കിട്ടുന്ന സാഹചര്യത്തിൽ അവർ ഡെഫിനറ്റ്ലി റിലക്റ്റൻ്റ് ആവും. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ പബ്ലിക് ആകാൻ പറ്റാത്തത് കൊണ്ട് ഇതിനായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം. പല ആൾക്കാർക്കും, മെയിനായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി. അതായത് ഒരു കൺസെൻറ്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്തെന്നാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല. അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അതിൻ്റെ പേരിൽ കുട്ടീനെ കാണിക്കാതിരുന്ന പരിപാടി എന്ത് ധാർമ്മികതയുടെ പുറത്താണ്, എന്ത്
ചിന്തയുടെ പുറത്താണെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ അതൊരു ക്വസ്റ്റനബിൾ തിങ് ആണ് അല്ലേ. അപ്പം നമുക്കത് ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഇപ്പം ഈ പ്ലാറ്റ്ഫോമിന്റെ ആൾക്കാർ, ഇതിന്റെ ചീഫായിട്ടുള്ള ഇതിന്റെ സംഘാടകരെ നമ്മൾ ഒരേ സമയത്ത് കുറ്റപ്പെടുത്തുമ്പോഴും ഈ ഹൗസിന്റെ അകത്തേക്ക് കയറിയ ലക്ഷ്മിയുടെ ഇപ്പൊ പുറത്ത് നിന്ന് അനോണിമസ് ആയിട്ടൊരു കാര്യം കേട്ടത് കൊണ്ട് ഉറപ്പായിട്ടും ബി ആ തീരുമാനം എടുക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ കണ്ടസ്റ്റന്റും അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ ഫാമിലി എന്താണ്, മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം ഈച്ച് ആൻഡ് എവറിത്തിങ് അവർ അവിടെ ഹൗസിന്റെ ഇതിന്റെ ആൾക്കാരോട് പറഞ്ഞിരിക്കണം. കാരണം അത് വേണ്ടതാണ്. കാരണം അസുഖങ്ങളുള്ളവർക്ക് അസുഖം, അതിൻ്റെ മെഡിസിൻ, മറ്റുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പലതുണ്ട്. അപ്പോൾ അതുപോലെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൻ്റെ കാര്യങ്ങളും അവിടെ ലക്ഷ്മി പറഞ്ഞിരിക്കണം. അതർവൈസ് ലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം പുറത്ത് കാര്യങ്ങളെല്ലാം ലക്ഷ്മിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഡ്രസ്സ് മറ്റുള്ള കാര്യങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ആൾക്കാരുടെ കൊടുത്തേക്കുമല്ലോ, നമ്പേഴ്സ് കൊടുത്തിരിക്കുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്ത് അവർ സംസാരിക്കുന്നതിനകത്ത് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് എവിടെയെങ്കിലും ഇവരുടെ ഇടയിൽ നിന്നും ഈ ഒരു സാധനം പോയിട്ടില്ല എങ്കിൽ പുറത്തു നിന്നൊരാൾ പറഞ്ഞെന്ന് എഴുതിയിട്ട് ബിഗ് ബോസിന്റെ ടീമുകൾ ലക്ഷ്മിയെ കുഞ്ഞിനെ കാണിക്കാതിരിക്കും, ഇങ്ങനെ ഒരു സാധനം ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അവരുടെയും തമ്മിൽ ഒരു ഡിവോഴ്സിന്റെ സംഭവം നടക്കുന്നു എന്നുള്ള കാര്യം അവരെങ്ങനെ സോഷ്യൽ മീഡിയക്കകത്ത് പ്രചരിക്കുന്ന ഒരു കാര്യം വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഒന്നും വേണ്ട. നിസാരമായിട്ട് ബിഗ് ബോസിന് ഇങ്ങനെ സംഭവം സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ വരുന്നൊരു കാര്യം ജസ്റ്റ് ഒന്ന് അവരുടെ അടുത്ത് ലക്ഷ്മി കൺഫെഷൻ റൂമിൻ്റെ അകത്ത് വിളിച്ചിട്ടോ അല്ലാതെയോ ഒക്കെ ഒന്ന് സംസാരിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ലക്ഷ്മി ഇങ്ങനെ സംഭവം കേൾക്കുന്നു സത്യമാണോ, ഒരു 5 സെക്കൻഡിന്റെ കാര്യത്തിൻ്റെ അകത്ത് അവർക്ക് അതിന് ആൻസർ കിട്ടും. അപ്പം അങ്ങനെ ഒരു കാര്യമല്ല എങ്കിൽ ഈ ഒരു സംഭവം ഇത്രയും ഉണ്ടാകുമ്പോൾ അത് ഏകപക്ഷീയമായിട്ട് ഈ പറയുന്ന ഈ ബിഗ് ബോസിന്റെ ടീമുകളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? കാരണം കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കുന്ന പല ആൾക്കാർക്കെതിരെ പല അലിഗേഷൻസും പുറത്തു വരും. അതിനെ ക്ലാരിഫൈ ചെയ്യേണ്ടത്, റെക്ടിഫൈ ചെയ്യേണ്ടത് ബിഗ് ബോസ് ടീം തന്നെയാണ്. അപ്പം ഇവരോട് ഈ പറയുന്ന ടീമിൻ്റെ അടുത്തേക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ റെഗുലർ ഇൻവോൾവ്മെൻ്റ് ഉള്ള ആൾക്കാർ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? ക്ഷമിക്കണം കേട്ടോ, ഞാൻ അങ്ങനെ വീഡിയോയിലൊന്നും ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. ജസ്റ്റ് ചെറിയ കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്കൊരു കിതപ്പൊക്കെ ഉണ്ടാവും. ക്ഷമിക്കണം. പിന്നെ ഈ സെറ്റപ്പൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കാരണം എനിക്ക് കാരണത്തിരുന്നോ അല്ലെങ്കിൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ജോലി സ്ഥലത്തായുള്ള ജോലി സ്ഥലത്ത് ഒരു അല്പസമയം കിട്ടിയ ഗ്യാപ്പിൽ സഹായിക്കിട്ട് ചെറുതായിട്ട് കൊടുത്ത് ആളുടെ പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്തു. ആള് സിനിമ അങ്ങനെ എന്തോ ഒരു സംഭവം റൈറ്ററാണ്. അതോടൊപ്പം തന്നെ ഒരു ഗായകനൊക്കെ കൂടാണ്. ഞാൻ കുറച്ച് പാട്ടൊക്കെ കേട്ടായിരുന്നു പുള്ളിക്കാരുടെ പ്രൊഫൈലിൽ കയറിയിട്ട്. അടിപൊളി പാട്ടൊക്കെയാണ്. ആള് സൗമ്യനാണ്. വെച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത്. നമുക്കും ഈ ജോലി എടുക്കുന്നത് അരി ഒക്കെ വാങ്ങിക്കാനല്ലേ. ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്ത് കൊടുത്ത് ഞാൻ ഇന്ന ആളാണ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയും അറിവോടെയും കൂടിയാണ് കുട്ടി അവിടെ ചെന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടടുത്തൊക്കെ എത്തിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോയ്ക്കകത്തേക്ക് കയറ്റി വിട്ടത്. എൻ്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയ്ക്കകത്ത് കയറ്റി ലക്ഷ്മിയെ കാണിച്ചില്ല. എന്തോ കൺഫെഷൻ റൂമിൽ 1-2 മിനിറ്റോ ജസ്റ്റ് ഒരു ഗ്ലിംസ് കണ്ടുപോയിന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു കുഞ്ഞിനെ വീട്ടിനകത്തൊരു 2 മണിക്കൂർ കയറ്റാൻ പെടുന്ന പാടല്ലേ. നിങ്ങൾ മറ്റേ NCPCRന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നുമല്ലോ, ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് ആ ഷോയിലേക്ക് കയറുന്നതിന് വേറെ നിയമപരമായ തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ ചില കണ്ടസ്റ്റൻസിന്റെ ഫാമിലിയിൽ നിന്നുള്ളവരെയൊക്കെ അവിടെ താമസിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? വളരെ മോശം പ്രവണതയാണ് കേട്ടോ. കാരണം ഒരൊറ്റ വീഡിയോയിൽ എല്ലാം പറഞ്ഞു തീർക്കാന്ന് വെച്ചിട്ട് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്ത് പോകുന്നത്. ക്ഷമിക്കുക. മറ്റൊരു കാര്യം കൊണ്ടുള്ളത്, നമ്മുടെ ഒനീൽ സാബുവിൻ്റെ മദർ കൊടുത്ത ഒരു ബൈറ്റ് കണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ രാവിലെ. ആൻറ്റിക്ക് എൻ്റെ അമ്മയുടെ പ്രായം, അമ്മയെക്കാട്ടിലും പ്രായം കാണും മിക്കവാറും അല്ലേ. അപ്പം എന്നാലും വളരെ ബഹുമാനത്തോടെ പറയുകയാണ്, ആൻറ്റി ഇന്ന് അവിടെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. ആൻറ്റിക്ക് വസ്തുതയുള്ളൊരു കാര്യം ആൻറ്റിയുടെ അറിവോടെ കൂടിയാണോ എല്ലാവരും പറഞ്ഞു കേട്ടതിൻ്റെ പുറത്ത് ഒരു മീഡിയയുടെ മുമ്പിലൊക്കെ പറയുമ്പം അത് ശരിയാണോ? കാരണം ആൻറ്റിയുടെ മകനെതിരെ ലക്ഷ്മി എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയെന്ന് പറഞ്ഞാണല്ലോ ആൻറ്റിക്ക് വിഷമവും ദേഷ്യവും സങ്കടമൊക്കെ വന്നത്. അപ്പം ആൻറ്റി ആ പറഞ്ഞ എന്തോ പറഞ്ഞില്ലേ, ഡിവോഴ്സ് കഴിഞ്ഞിട്ട് കൈപോലും കൊടുക്കാതെ പോയെന്നോ എന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിൻ്റെയൊക്കെ വസ്തുത ശരിയാണോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് ആൻറ്റി സംസാരിക്കുന്നതല്ലായിരുന്നു ശരി. അപ്പോൾ ആൻറ്റിയും ലക്ഷ്മി അവിടെ പറഞ്ഞെന്ന് പറഞ്ഞ കാര്യം വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം അതൊന്ന് തിരുത്തി ആൻറ്റി ഒരു മാപ്പ് പറയണം എന്നാണ് എൻ്റെ ഒരു ഭാഷ്യം. അപ്പം അത് ക്ഷമിക്കുക. പ്രായത്തിൽ മൂത്തതാണ്, ഞാൻ അതേ റെസ്പെക്റ്റോടു കൂടിയാണ് പറയുന്നത്. പക്ഷേ തെറ്റാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ. അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു, ആക്ച്വലി ഇതിനകത്തൊരു ക്ലാരിറ്റി,
ഇത് പ്രോപ്പറായിട്ടുള്ളൊരു ക്ലാരിറ്റി ഇപ്പോൾ ലക്ഷ്മിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലക്ഷ്മിയുടെ ഹാൻഡിലൂടെയോ ഒക്കെ ആണ് ഇത് പുറത്തു വരേണ്ടത്. ലക്ഷ്മിക്ക് അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും അവരെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാരോ പറയാൻ ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാരോ ബിഗ് ബോസുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇത് മൊത്തത്തിൽ ഈ മിസ്ലീഡ് ചെയ്ത് പുറത്തേക്ക് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യം. ഇപ്പം ഒണിൽ സാബു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു, ഒണിൽ സാബുവിൻ്റെ അമ്മ ഇത് പറഞ്ഞു എന്ന് പറയുന്നു. ഒണിൽ സാബുവിൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യത്തിൻ്റെ അകത്ത് അവരെ മിസ്ഗൈഡ് ചെയ്തത് ആരാ? അവർക്ക് ഇത് എവിടെ ഈ മാറ്റർ കിട്ടി? സത്യമാണ്, അദ്ദേഹത്തിന് ഇവരെ അറിയാത്തൊരു കാര്യം, ഇവരുടെ ലൈഫിൽ നടന്നിട്ടില്ലാത്തൊരു കാര്യം മറ്റൊരാൾ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ആധികാരികത ഇവർ ചോദ്യം ചെയ്തിട്ട് യാതൊരു തെറ്റുമില്ല. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, അറ്റ് ദ സെയിം ടൈം ബിഗ് ബോസ് ടീം എന്തുകൊണ്ട് ഈ കുഞ്ഞിനകത്ത് കയറ്റുന്ന സമയത്ത് പോലും കയറ്റാൻ പറ്റത്തില്ല, അത് ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയണമെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഈ ഒരു സാധനത്തിൻ്റെ തുടക്കം? അതൊരു വലിയൊരു ചോദ്യമല്ലേ. ഇപ്പം സായിയെ കളിയാക്കിയതോ സായി പറഞ്ഞ സംഭവത്തിനോട് പുള്ളിക്കാരനുള്ള വിയോജിപ്പൊക്കെ പുള്ളിക്കത് പറയാം, ഒരു സംശയമൊന്നും വേണ്ട. ബട്ട് ഈ ഒരു സാധനങ്ങൾ, ഈ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്? ഇതിനകത്ത് ഇപ്പം ലക്ഷ്മി പുറത്ത് വരാതെ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ വായിൽ നിന്നും ഇതൊന്നും വീഴാതെ നമുക്ക് ആർക്കും അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ലക്ഷ്മി ഈ ഒരു കാര്യത്തിനകത്ത് ഇതിങ്ങനെ തന്നെ ആയിരിക്കും പ്രതികരിക്കുക എന്നുള്ള കാര്യം അറിയത്തില്ല. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് പറയുന്നു, തീർച്ചയായിട്ടും അത് നമുക്ക് കേൾക്കാം. മറിച്ച് ഈ ഒരു കാര്യങ്ങളെ ബിഗ് ബോസ് ടീമിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുള്ള ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ വീഡിയോ എന്തായാലും BB ടീം കാണാതിരിക്കത്തില്ല. സ്വാഭാവികമായിട്ട് ലക്ഷ്മിയോട് അത് ചോദിക്കണം. ബിഗ് ബോസിൻ്റെ ടീം ഇത് കാണുവാണെങ്കിൽ അത് ലക്ഷ്മിയോട് ചോദിച്ച് മനസ്സിലാക്കണം, ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൻ്റെ ഇടയ്ക്ക് സംഭവം ഉണ്ടോ ഇല്ലയോ, അത് ഉണ്ടായാലും ഇല്ല എങ്കിലും ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ക്ലാരിറ്റി വരുത്താൻ ലക്ഷ്മിയെക്കാട്ടിൽ അപ്പുറം വേറെ ആരുമില്ല. അതർവൈസ് പുറത്തുള്ള ലക്ഷ്മിയുടെ കാര്യങ്ങൾ നോക്കുന്ന അവരുടെ പാരൻസോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണം. അവരുടെ ഹാൻഡിൽ കൂടെ ഒരു പത്രക്കുറിപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു സംഭവം കൊടുത്താൽ മതി. ആ ഒരു കാര്യത്തിലൂടെ പബ്ലിക്കിലേക്ക് ഈ സംഭവം എത്താതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്ന ആരെയാ? വീഡിയോസ് ഒന്നും ആയിട്ട് വരാൻ ഒരു താല്പര്യവുമില്ല. പേഴ്സണൽ ലൈഫ് എപ്പോഴും ഒരു മീഡിയയിൽ എടുത്തിടാനും താല്പര്യപ്പെടുന്ന ഒരാളല്ല. ഇങ്ങനെ ഒരു ആവശ്യം വന്നുകൊണ്ടും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടും അതിനൊരു ക്ലാരിറ്റി നൽകേണ്ടതുകൊണ്ടും ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ ഇപ്പം നീലക്കുയിൽ ത്രൂ ഒക്കെ വന്നിട്ടുണ്ട്, ഞാൻ അവർക്ക് കൊടുത്ത കൺസെൻറ്റ് വീഡിയോ ഒക്കെ. എനിവേസ്, അപ്പോൾ ഇനി ഇത് ഫർദർ എനിക്ക് ഇതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞു തീർക്കുന്നത്. ടു ദോസ് ഓൺലൈൻ വ്ളോഗേഴ്സ്, സോ കോൾഡ് ഓൺലൈൻ വ്ളോഗേഴ്സ്, സ്വയം മറ്റേ മഞ്ഞപ്പത്രത്തിൻ്റെ നിലവാരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലപാടുകൾ പറയുന്നവരെ, അവരുടെ നിലപാടിനോടുള്ള വിയോജിപ്പ്, ആശയപരമായ വിയോജിപ്പ് കാണിക്കാണ്ട് അവരെ തേജോവധം ചെയ്യുക, അങ്ങനെ ചെയ്യുന്നതൊക്കെ വളരെ മോശം ചട്ടപരിപാടിയാണ്. അത് കാണിക്കാതിരിക്കുക, നിങ്ങൾക്ക് കൊള്ളാം. പിന്നെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത വാർത്തകൾ കൊടുക്കാതിരിക്കുക. ഒരുപാട് വാർത്തകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ വരും. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അത് അങ്ങനെ അതിൽ പറയപ്പെടുന്ന ആൾക്കാരോട് നേരിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ വല്ലവരും പറയുന്ന കേട്ടിട്ട് ചെയ്യാൻ നിൽക്കേണ്ട. അതായത് ഞാനോ എൻ്റെ ഫാമിലിയോ ആരെയും വക്താക്കളാക്കി വെച്ചിട്ടില്ല, ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല. ഓരോരുത്തർ അവരവരുടെ ഭാവനയ്ക്കും അവർക്ക് ഓരോ വ്യക്തികളുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ വന്ന് ഓരോന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ വെറുതെ അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പം തന്നെ ഏതോ ഫേമസ് ആയിട്ടുള്ളൊരു വ്ളോഗർ, സോ കോൾഡ് വ്ളോഗർ, ഏതൊക്കെ വീഡിയോസൊക്കെ ടേക്ക് ഡൗൺ ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ അയാളുമായിട്ട് സംസാരിച്ചിട്ടില്ല, അയാൾ എന്നോടും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള വാർത്തകളും എവിടെയും കൊടുക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് തന്നെ വന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് ഇവിടെ കൊണ്ട് തീരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച്. പുള്ളി കട്ടക്കലിപ്പിലാട്ടോ. പുള്ളിക്ക് നല്ല രീതിയിൽ ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇതിനകത്ത് ഒരിക്കലും അദ്ദേഹത്തിന് തേജോധം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഫാമിലി ഞാൻ അന്നും ഇന്നും പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ബട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത് അദ്ദേഹം കാണുമെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം അകത്ത് നിൽക്കുന്ന ലക്ഷ്മി, ഇതിൻ്റെ ഒരു വളരെ ലളിതമായ സംശയമാണ്. അകത്ത് നിൽക്കുന്ന ലക്ഷ്മി, ആ ലക്ഷ്മിയുടെ കാര്യത്തിൻ്റെ അകത്ത് ആ ലക്ഷ്മിയുടെ കാര്യങ്ങളെ പുറത്ത് നിന്നുകൊണ്ട് എന്തായിരുന്നാലും നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങളുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട പുറത്തുള്ള ആൾക്കാരുണ്ടാവണം. അത് ആരാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. സാധാരണ രീതിയിൽ അത് അവരുടെ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ അച്ഛനമ്മമാരാവാം. ഇദ്ദേഹം പറയുന്നു അദ്ദേഹം UK യിലാണ്, അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അറിയത്തില്ല. പക്ഷേ എങ്കിലും ഈ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അകത്ത് കുട്ടിയെ കയറ്റത്തില്ല എന്നുള്ള കാര്യം നടക്കുന്ന സമയത്ത് ലൈവായിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ നടക്കുമല്ലോ. എങ്കിൽ ഓൺ ദ സ്പോട്ട് അദ്ദേഹത്തിന് വിളിച്ചിട്ട് തന്നെ പറയാമായിരുന്നല്ലോ, ഈ ഇതിൻ്റെ സംഘാടകരോട് ഇത് ഒരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കാണിച്ചത് എന്ന് ഇദ്ദേഹത്തിന് തന്നെ അവിടെ ചോദിക്കാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു ജസ്റ്റ് ഒരു കോൾ, അതിൻ്റെ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ആ സംഭവം വളരെ സിംപിളി അത് സോർട്ട് ഔട്ട് ചെയ്യപ്പെട്ടേക്കാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ സാധനത്തിൻ്റെ നെഗറ്റീവ് സംഭവം അടിച്ചേക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പറയുന്നത് പോലെ ഇനിയിപ്പോൾ ശത്രുതാ മനോഭാവം വെച്ചുകൊണ്ട് ഇവരെ തന്നെ അറിയുന്ന ആൾക്കാർ വല്ലതും പടച്ചുവിടുന്ന കിംവദന്തികളാണോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. എങ്കിലും ഞാനും കേട്ടിരുന്നു ഇവർ തമ്മിൽ ഡിവോഴ്സ് ആണെന്നോ ഡിവോഴ്സിൻ്റെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ റീസെൻ്റ്ലി നടന്ന സംഭവം. പക്ഷേ ഞാൻ അതിനെക്കുറിച്ചൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. കാരണം
എന്തോ എനിക്ക് ചെയ്യാൻ തോന്നാത്തത് വളരെ നല്ലതായിട്ട് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വിഷയം നിലനിൽക്കുന്നത്. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭാഗം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. കുട്ടിയെ കയറ്റാത്തതിൻ്റെ വിഷമം, അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് അങ്ങനെ ആ ഒരു സാഹചര്യം കുട്ടിക്കുണ്ടായപ്പോൾ ഉണ്ടാകുന്ന ഒരു മെൻ്റൽ സ്ട്രെസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് വല്ലാത്ത കണ്ടീഷനിലായിരിക്കും. അതിൻ്റെ അമ്മയോടെ കൂടെ നടന്ന കുട്ടി ഒരു സുപ്രഭാതത്തിൽ അമ്മ ബിബിയിൽ പോകുന്നു, സ്വാഭാവികമായിട്ട് പോട്ടെ, നല്ല കാര്യം. പക്ഷേ അവിടെ നിന്ന് പോയിട്ട് ഇത്രയും ദിവസം അമ്മയെ കാണാത്തൊരു കുട്ടി, ഇത്രയും ദിവസമൊക്കെ കുഞ്ഞല്ലേ അത്. ഇവൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ അത്ര പ്രായമില്ല ഈ കുട്ടി, കൊച്ചു കുട്ടിയാണ്. അപ്പോൾ അത്രയും കൊച്ചു കുഞ്ഞിന് അമ്മയുടെ അടുത്തേക്ക് പോകാൻ ഒരു താല്പര്യം തോന്നി, അതിൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വളരെ ഉത്സാഹത്തോടെ നിൽക്കുകയും അതിനവിടെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് വിടാൻ പറ്റത്തില്ല. ആ കുട്ടിയോട് പറയുന്ന റീസൺ എന്തായിരിക്കും? അത് നിൻ്റെ ഇതുപോലെയാണ് അച്ഛൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് തന്നെ ആ മനസ്സിൻ്റെ അകത്ത് എന്തൊക്കെ ഇത് വരാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. ബിബി ടീം കുറച്ചുകൂടെ പക്വമായിട്ട് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ മെയിൽ ഐഡീസിൻ്റെ ഇതൊക്കെ കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം പിന്നീട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവിടെ ലക്ഷ്മിക്ക് കൊടുക്കാമായിരുന്നല്ലോ? ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നല്ലോ. മേ ബി എന്തോ എനിക്ക് ഇതിനകത്ത് ഞാൻ വളരെ ടു ബി ഫ്രാങ്ക് ഇതിനകത്ത് എന്തൊക്കെയോ ചില കോംപ്ലിക്കേഷൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാത്തതുകൊണ്ട് തന്നെ ഇത് ഗസ് ചെയ്ത് ഞാൻ പറയുന്നില്ല. സോ കാത്തിരുന്ന് തന്നെ കാണാം. ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ സംസാരിക്കട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? നിങ്ങൾക്ക് തോന്നിയോ ഇതിനകത്ത് എവിടെയോ എന്തോ ഒരു സംതിങ് ഉള്ളതുപോലെ? ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ ബിഗ് ബോസ് ഹൗസിന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത് എന്തുകൊണ്ടാണ്? അകത്ത് കയറി ലക്ഷ്മിയോട് ബിഗ് ബോസ് ടീം കോൺടാക്ട് ചെയ്തുകൊണ്ട് കുഞ്ഞിനെ കാണിക്കാനുള്ള സാഹചര്യം ചെയ്ത് കൊടുക്കാത്തത് എന്താ? അല്ലെങ്കിൽ ഈ ഒരു കോൺട്രവേഴ്സി പുറത്ത് എന്തെങ്കിലും മിസ്ലീഡ് ചെയ്യപ്പെട്ടൊരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ലക്ഷ്മിയോട് ചോദിക്കാത്തത് എന്താ? അങ്ങനെ പലതരത്തിലുള്ള ഒരു കോൺട്രഡിക്ടറി ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നതാണ്. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായം നടക്കാൻ ബോക്സിൽ അടുത്തൊരു വീഡിയോ ബൈ.